പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഫാം ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള പാർക്കിന്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. കൃഷി വകുപ്പിന് കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് 5 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരിക്കുന്നത്. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ഓർച്ചാർഡിനെ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നവീകരണ പ്രവൃത്തികളുടെ ആദ്യഘട്ട പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി. പ്രവൃത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് മുഹ്സിൻ MLA ഓർച്ചാർഡിലെത്തി. കൃഷിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതോടൊപ്പം ഫാം ടൂറിസത്തിന് ഊന്നൽ നൽകി കർഷകർക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ആധുനിക കൃഷിരീതികളും സാങ്കേതിക വിദ്യകളും പരിശീലിപ്പിക്കാൻ സാധിക്കുന്ന കേന്ദ്രമായി ഓർച്ചാർഡിനെ മാറ്റുകയാണ് ലക്ഷ്യം. നിലവിൽ ഒരു ഓക്സിജൻ പാർക്ക് കൂടിയാണ് ഇവിടെ രൂപപ്പെടുന്നത്. ആംഫി തിയേറ്റർ, ഏറുമാടം, സെൽഫി പോയിന്റ്, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സെയിൽസ് കൗണ്ടറുകൾ, മരങ്ങളുടെയും മറ്റും പ്ലാന്റുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ഒരുക്കുന്നുണ്ട്. കുടുംബസമേതം ഇവിടേക്ക് ആളുകളെ ആകർഷിപ്പിക്കുകയാണ് ലക്ഷ്യം. കുട്ടികൾക്കുള്ള മിനി പാർക്കും സജ്ജമാക്കുന്നുണ്ട്. ആദ്യഘട്ട പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇത് തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. നമ്മുടെ പട്ടാമ്പിയിലെ ഏറ്റവും വലിയൊരു ഓക്സിജൻ പാർക്ക് എന്ന് പറയാവുന്ന നല്ല വൈബുള്ള ഒരു പ്രദേശമായിട്ട് മാറാൻ പോവുകയാണ് നമ്മുടെ സെൻട്രൽ ഓർച്ചാർഡ്. നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നതാണ് അത് നവീകരിക്കുമെന്ന്. ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും 5 കോടി അനുവദിക്കുകയും ചെയ്തു. അതിന്റെ നിർമ്മാണം ഏതാണ്ട് ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ആംഫി തിയേറ്റർ, അതുപോലെ തന്നെ ഇവിടെ ഏറുമാടങ്ങള്, മരങ്ങളുടെ മുകളിൽ ആളുകൾക്ക് വന്ന് അത്യാവശ്യം സെൽഫി പോയിന്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള സെയിൽസ് കൗണ്ടറുകളുണ്ട്. ഫാമിലെ കൃഷി വകുപ്പിന്റെ ഫാമിലെയും കൃഷി വകുപ്പിന്റെയും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നിരവധിയായിട്ടുള്ള, ഇപ്പൊ നമുക്കറിയാം, മാവുകളുണ്ട്, മറ്റു മരങ്ങളുണ്ട്, പ്ലാന്റുകളുണ്ട്. ഇനി ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് കൂടി, ഇവിടെ കൂടുതൽ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് കൂടി വരാൻ പോവുകയാണ്, എക്സോട്ടിക് പ്ലാന്റുകൾ. അതുകൂടി ജനങ്ങൾക്ക് പരിചയപ്പെടാനും അറിയാനും കഴിയുന്ന തരത്തിലേക്ക് മാറുകയാണ്. ഏറ്റവും വലിയൊരു ഓക്സിജൻ പാർക്കായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. ഫാം ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പട്ടാമ്പിയിൽ വളരെ വിപുലമായിട്ടുള്ള, വിശാലമായിട്ട് ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന ഒരു പാർക്കായിരിക്കും. ഫാമിലികൾക്ക് വന്നിരിക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് അവർ പഠിക്കുന്ന കാര്യങ്ങൾ വന്ന് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന, വായിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ നല്ല കഴിവുള്ള കുട്ടികൾക്ക്, അവരുടെ കലാകാരന്മാർക്കൊക്കെ അവരെ പെർഫോം ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാവും. ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള മിനി പാർക്ക്, വലിയൊരു പാർക്ക് അല്ലെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളുള്ള ചെറിയൊരു പാർക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വാക്കിംഗ് വേ ഉണ്ടാവും, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും വെച്ചിട്ടാണ് ഇതിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കുക. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.